ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അത്യന്തം ദൃഢമാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര പൂരകങ്ങളാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം പാരമ്പര്യം, മൂല്യങ്ങൾ, അന്തസ്സ് എന്നിവയാൽ ബന്ധിതമാണ്. മാത്രമല്ല, ഇത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കൂടിയാണ്. സത്യത്തിലും സത്യസന്ധതയിലുമാണ് ദാമ്പത്യത്തിൻ്റെ അടിത്തറ സ്ഥാപിച്ചിരിക്കുന്നത്. നുണയും വഞ്ചനയും കലർന്ന ബന്ധം ഒരിക്കലും നീണ്ടു നിൽക്കുകയില്ല. അതിനാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും വരാൻ അനുവദിക്കരുത്. വിവാഹശേഷം നിങ്ങളുടെ ഭാര്യയിൽ ഈ മാറ്റങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നരകതുല്യമാകുമെന്ന് ചാണക്യൻ പറയുന്നു. 1. അത്യാഗ്രഹം. വിവാഹശേഷം സ്ത്രീയും പുരുഷനും ഒരുമിച്ചാണ് വീട് ഭരിക്കേണ്ടത്. എന്നാൽ സ്ത്രീ അത്യാഗ്രഹിയാണെങ്കിൽ അത്തരമൊരു വീട് ഒരിക്കലും പുരോഗതി പ്രാപിക്കില്ല. അത്തരമൊരു സ്ത്രീ തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പണത്തിനായി ഭർത്താവിനെ ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനെ അവർ അത്യാഗ്രഹത്തിൽ തെറ്റായ പല കാര്യങ്ങളും ചെയ്യാനിടയാകും. 2. വിഡ്ഢിയായ ഭാര്യ. ഭർത്താവ് ജ്ഞാനിയും ഭാര്യ വിഡ്ഢിയുമാണെങ്കിൽ അവൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുമെന്ന് ചാണക്യൻ വിശദീകരിക്കുന്നു. വിഡ്ഢികളായ ആളുകൾ ജ്ഞാനികളോട് തർക്കിക്കുന്നു. പ്രബുദ്ധമായ കാര്യങ്ങൾ കേൾക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അത്തരം വിഡ്ഢികളായ ഭാര്യമാർക്ക് ഭർത്താവ് ശത്രുവിനെ പോലെയായിരിക്കും. 3. കള്ളത്തരം. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭൂരിഭാഗം സ്ത്രീകൾക്കും കള്ളം പറയുന്ന ശീലമുണ്ട്. ചില സ്ത്രീകൾക്ക് വീട്ടിലെ അംഗങ്ങളെക്കുറിച്ച് കുശുകുശുക്കുന്ന സ്വഭാവവും ചെറിയ കാര്യങ്ങൾ വലുതാക്കി പറയുന്ന ശീലവുമുണ്ട്. അത്തരം സ്ത്രീകളെ ആരും വിശ്വസിക്കില്ല. ഇത്തരം സ്ത്രീകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരിക്കലും ബഹുമാനം ലഭിക്കുകയുമില്ല. അത്തരം ശീലമുള്ള ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ജീവിതം നരകതുല്യമാക്കും. 4. പരപുരുഷ ബന്ധം. ഭർത്താവല്ലാതെ മറ്റൊരാളുമായി ബന്ധം പുലർത്തുന്ന സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു ഭർത്താവായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. സ്വഭാവം മോശമായ അത്തരം സ്ത്രീകൾ സംയമനം ഇഷ്ടപ്പെടുന്നില്ല. അവർ ഭർത്താവിനെ ശത്രുവായി കണക്കാക്കില്ല. അത്തരം സ്ത്രീകൾ ഭർത്താവിൻ്റെ ജീവിതം നരകമാക്കുമെന്ന് ഉറപ്പാണ്. 5. ദേഷ്യം. ദേഷ്യം കാണിക്കുന്നത് സ്ത്രീകളുടെ ശീലമാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും കോപം കാണിക്കുന്നത് ശരിയല്ല. കാരണം മുന്നിൽ നിൽക്കുന്നയാൾക്ക് നിങ്ങളോട് വളരെ ദേഷ്യം തോന്നുകയും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യും. ദേഷ്യ സ്വഭാവമുള്ള ഭാര്യമാരുള്ള പുരുഷന്മാരുടെ ജീവിതം ഒരു ദുരിതമായി മാറും. 6. ഭാര്യ ഭർത്തൃബന്ധം ദൃഢമാക്കാൻ നിങ്ങളുടെ ജീവിത പങ്കാളിക്കൊപ്പം മിതമായ സമയം ചെലവഴിക്കുക. ഇത് നിങ്ങളുടെ ബന്ധത്തെ ശക്തിപ്പെടുത്താനിടയാകും. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം നിങ്ങളത് പൂർണ്ണമായും ആസ്വദിക്കണം. കാരണം സമയക്കുറവ് നിങ്ങളുടെ ബന്ധത്തിൽ അകലമുണ്ടാക്കും. നല്ല ബന്ധത്തിൻ്റെ നിലനിൽപ്പിന് ആശയവിനിമയം പ്രധാനപ്പെട്ടതാണ്. അതായത് നിങ്ങൾ പങ്കാളിയുമായി ധാരാളം സംസാരിക്കുക. ഇത് നിങ്ങളുടെ ആശയങ്ങൾ വികസിപ്പിക്കും. പരസ്പരം മനസ്സിലാക്കാനും അറിയാനുമുള്ള ആഗ്രഹമുണ്ടാകും. നല്ല കാര്യങ്ങൾ സംസാരിക്കുക. ആശയവിനിമയം ജീവിതത്തിൽ അർത്ഥവത്തായതും ഉപയോഗപ്രദവുമായിരിക്കണം. ദാമ്പത്യ ബന്ധത്തിൽ ബഹുമാനത്തിന് വലിയ പങ്കുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ ബഹുമാനം വ്യത്യസ്തമല്ലെന്ന് ഓർമ്മിക്കുക. ബഹുമാനത്തിൻ്റെ കാര്യത്തിൽ പരസ്പരം മത്സരത്തിൻ്റെ വികാരമുണ്ടാകുമ്പോൾ ആ ബന്ധം വഷളാകാൻ തുടങ്ങും. അതിനാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിച്ച് ജീവിക്കുക. ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം വഞ്ചിക്കരുത്. ചെയ്ത തെറ്റ് അംഗീകരിക്കുക. തെറ്റ് ആവർത്തിക്കാതിരിക്കുക. വഞ്ചനയും നുണയുമാണ് ഏതൊരു ബന്ധത്തിനും ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ.